അപ്പം നമ്മുടെ സർഗം കിച്ചണിൽ ഇന്ന് നമ്മൾ പച്ചമാങ്ങ കൊണ്ട് നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ് തയ്യാറാക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്. അപ്പം മാങ്ങ സീസൺ ആണല്ലോ. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ മൂവാണ്ട മാങ്ങയുണ്ട്. പൊട്ടിച്ച് ഇതുപോലെ നല്ലോണം വറ്റിച്ച് കുറുക്കി പഞ്ചസാരയും പുതിനേരയും കൂടി ചേർത്തെടുത്തതാണത്. നല്ലൊരു വെറൈറ്റി ഡിഷാണിത്. നമുക്ക് പച്ചമാങ്ങ കൊണ്ട് ഒരു സ്വീറ്റ് തയ്യാറാക്കാം. ഈ സ്വീറ്റ് തയ്യാറാക്കാനായിട്ട് നമുക്ക് പച്ചമാങ്ങ ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വന്നുള്ളതാണ്. അതിനുശേഷം ഇത് നമുക്ക് തൊലി പീൽ ചെയ്യാം. ചെനയ്ക്കാൻ പാടില്ല. ഇതുപോലെ നല്ല പച്ചപ്പുള്ള മാങ്ങ എടുക്കണം. കണ്ടത് ഞെട്ടി ചെത്തും പറയാം. നല്ല പച്ചപ്പുള്ള മാങ്ങയാണ്. അതായത് അധികം മൂക്കാൻ പാടില്ല. ഇതുപോലെ ഇത് തൊലി പീൽ ചെയ്ത് കളഞ്ഞ് എല്ലാതും ഇങ്ങനെ പീൽ ചെയ്ത് കളയാം. അപ്പം എല്ലാ തൊലിയും കളഞ്ഞ് ചെറിയ പീസാക്കണം. അത്ര ചെറുതല്ല, ജസ്റ്റ് നമ്മളൊന്ന് മിക്സിയിൽ അരയാൻ പാകത്തിനുള്ള ഒരു വെളുപ്പാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം എല്ലാ മാങ്ങകളും. എല്ലാ മാങ്ങയും തൊലി ചെത്തി കഴിഞ്ഞിട്ടുണ്ട്. കണ്ട ഇതിലൊരു ചെറിയൊരു കുത്തുള്ള കാരണം അത് ഞാൻ അങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ പീസാക്കി എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇത് ഇങ്ങനെ ജസ്റ്റ് 4 ആക്കിയാൽ മതി. മിക്സിയിൽ നല്ലോണം അരയണാൻ ഇതുപോലെ 4 പീസാക്കി ഇടാം. മാങ്ങണ്ടിയൊക്കെ പെട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കത്തി കൊണ്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ കളയണം കേട്ടോ. മാങ്ങയുടെ അണ്ടിയൊന്നും പെടാൻ പാടില്ല. അപ്പം നമ്മൾ എല്ലാ മാങ്ങ ഇതുപോലെ ചെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ മിക്സിയിൽ അരയ്ക്കാൻ പാകത്തിന് എടുത്തിട്ടുണ്ട്. 5 മാങ്ങ നമ്മൾ ചെത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു പാകത്തിലാവുമ്പോൾ മിക്സിയിൽ അരഞ്ഞു വന്നോളൂ. ഒരു പുതിനേര ഇല മാത്രമായിട്ട് ഒരു കപ്പ് എടുക്കാം. പുതിനേര ഇല, നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങ പീസ്, ഒരു നുള്ളു ഉപ്പ്, 1/4 കപ്പ് വെള്ളം. ഇതൊക്കെ എല്ലാം കൂടി നല്ലോണം ഫൈനായിട്ട് അരച്ചു കൊണ്ടുവരാം. നമ്മൾ പുതിനേര ഇല, മാങ്ങ, അതുപോലെ ഉപ്പും ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് ചേർക്കാം. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചത് ചേർക്കാം. അപ്പം നമ്മൾ എല്ലാതും ഇട്ടിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി നമ്മൾ നെയ്യൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ ഒന്ന് യോജിപ്പിക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. ചാറ്റ് മസാല ചെറിയൊരു സ്പൂൺ, കുരുമുളക് പൊടി ഒരു 1/2 സ്പൂൺ. അതിനുശേഷം നല്ലോണം മിക്സ് ചെയ്യാം. ഇതൊന്ന് വെന്ത് വരണം. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ വെള്ളം എത്രയും കുറവ് ചേർക്കണോ അത്രയും നല്ലതാണ്. നമ്മൾ മിക്സ് അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചേർത്തല്ലോ, അതിൻ്റെ ഒരു വെള്ളമുള്ള അതൊന്ന് വറ്റി വരണം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്, പച്ച. അത് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കില്ലാത്തവർക്ക് ചേർക്കണ്ട. അതൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഫുഡ് കളറും കൂടി ചേർക്കാം. നമ്മുടെ ഒരു പച്ചമാങ്ങയുടെ കളർ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത് വേവണോട് കൂടിയിട്ട് അതിൻ്റെ ആ കളറൊക്കെ മാറും. ഓപ്ഷനിൽ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. നമ്മളിങ്ങനെ ഇളക്കി നിൽക്കണം. അതായത് ഇതിലെ വെള്ളം ഒന്ന് വറ്റി ആ ഒരു കൺസിസ്റ്റൻസിയിലാവണം. അതാണ് അതിൻ്റെ ഒരു പാകം. ഇങ്ങനെ പൊട്ടിത്തെറിക്കപ്പോൾ നമ്മൾ നീങ്ങി നിന്നിട്ട് വേണം ഇളക്കാനായിട്ട്. ഇതൊന്ന് വറ്റി കുറുകി വരാത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഡിഷ് ഓക്കെ. അപ്പോൾ ഇത് ഇതുപോലെ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ട് കണ്ട. അപ്പം നമ്മൾ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ, ആ ഒരു വെള്ളത്തിൻ്റെ ഒരു നനവുണ്ടാവും. അപ്പം നമ്മളിത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വറ്റിച്ച് ഇതുപോലെ വരണം. എന്നാലും അത് തണുക്കുമ്പോൾ ഉറക്കുള്ളൂ. കുറച്ചും കൂടി വെള്ളമുണ്ട്, അതും കൂടി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. നമ്മളൊരു സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കാം. അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് പുരട്ടാം. ഒന്ന് എടുക്കാൻ കിട്ടാനായിട്ടാണ്, നമ്മളിത് തണുക്കുമ്പോൾ എടുക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പാത്രം സെറ്റ് ചെയ്തിട്ട് വയ്ക്കാം. ഇതുപോലെ അപ്പോൾ പെട്ടെന്ന് കിട്ടിക്കോളും. ഇത് നമുക്ക് കുറച്ചും കൂടി ഒന്ന് വറ്റാം. അതുപോലെ എന്നിട്ട് പകർത്താം. ഇതിലേക്ക് നമ്മൾ കോൺഫ്ലവറോ ജെലാറ്റിനോ
ഒന്നും ചേർത്തിട്ടില്ല, പുറത്തുനിന്ന് ഒരു ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടില്ല. കളർ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് കളർ ഇപ്പം ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. കോൺഫ്ലവർ ഒക്കെ ചേർത്താൽ പെട്ടെന്ന് ആയിക്കോളൂ, അതൊന്നും ചേർത്തിട്ടില്ല. അതുപോലെ അഗറൊന്നും ജലാറ്റിനൊന്നും ചേർത്തിട്ടില്ല. അപ്പം ഇത് നമുക്ക് ഇതൊന്നും കൂടി ഇതേ ഒരു പാകമാകുമ്പോൾ ഓഫ് ചെയ്ത് കണ്ട ഇങ്ങനെ മറയ്ക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് കിട്ടണം. ആ ഒരു പാകമാകുമ്പോൾ നമുക്ക് നെയ്യ് പരട്ടിയ പാത്രത്തിലേക്ക് മാറ്റാം. ഓഫ് ചെയ്തു. നമുക്കിനി ഇതേ കണ്ട ഈ ഒരു പാകം അതായത് എടുക്കുമ്പോൾ കണ്ടറിയില്ല, ഇത് നമുക്ക് ഓയിൽ പരട്ടിയ പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ചൂടാറാനായിട്ട് വെക്കാം. അപ്പം ഇത് തണുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പച്ചമാങ്ങ ക്യാൻഡി, അതായത് ഹൽവ പോലെയാണ്, പക്ഷെ ഹൽവയല്ല, എന്നാലും നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒരു സ്വീറ്റ് ഡിഷ് നമുക്ക് കിട്ടും. 2 ദിവസം ഇതിപ്പോൾ കുരുമുളകിൻ്റെ പൊടികളാണ് ഇത്തിരി ഇങ്ങനെ വെളുത്തിട്ട് തരികൾ കാണുന്നത്. അപ്പോൾ ഫൈനായിട്ട് പൊടിച്ചാൽ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ നമുക്കിങ്ങനെ ചൂടാറാനായിട്ട് വെക്കാം. 2 ദിവസം കഴിഞ്ഞത് കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. തണുക്കുമ്പോൾ കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. തണുക്കുന്നതോട് കൂടി നമ്മുടെ ഇത് ഇങ്ങനെ ഈ അരിവശത്തൊക്കെ വിട്ട് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. ഇതിപ്പോൾ നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ഇതിങ്ങനെ വെക്കാം. 1 ദിവസം ഇരിക്കേണ്ടി വരും, എന്നാലേ ചൂടാറി സെറ്റ് ആവുള്ളൂ. എന്നിട്ടൊരു കൊട്ട എടുത്തിട്ട് നമുക്ക് മൂടിയും വെക്കാം. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് സ്വീറ്റ് ഇവിടെയിൽ വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് കയറൂല, പെട്ടെന്ന് തണുക്കും ചെയ്തോളും. ഇതുപോലെ മൂടി വയ്ക്കാം. നമ്മൾ ചൂടാറാൻ വെച്ചത് ഞാൻ 2 ദിവസം വേണ്ടി വരുന്ന വിചാരിച്ചേ, പക്ഷെ ഇത് 4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഇത് നല്ലോണം തണുത്ത് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ അടർത്തി കിട്ടണ പോലെയായി. അപ്പം പിന്നെ ഞാനത് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചു. ഇതുപോലെ കണ്ട ഇതിൻ്റെ അരിവശത്ത് നിന്ന് ഇങ്ങനെ അടർത്തി കിട്ടുന്നുണ്ട്. അപ്പം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ പച്ചമാങ്ങ കൊണ്ടുള്ള ക്യാൻഡി തയ്യാറായെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. ഇത് മൂവാണ്ടമാങ്ങയാണ്. ഇതുപോലെ മാങ്ങക്കാലത്ത് നമുക്ക് ഇതുപോലെ ക്യാൻഡിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല പുതിനേര ഇലയും അതുപോലെ പച്ചമാങ്ങയും പുളിയും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ള അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇഷ്ടമുള്ള സൈസിൽ നമുക്ക് കട്ട് ചെയ്യാം. അപ്പം നമുക്കിത് കട്ട് ചെയ്തിട്ട് ഇതേ ഒരു പീസ് ഇതേ നോക്കുക, ഇതുപോലെ നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ ഒരു പ്രത്യേക രുചിയാണ്. ഇത് നമുക്ക് ഒന്നും കൂടി ഒന്ന് പഞ്ചസാര പൊടിയിലും പിന്നെ അതുപോലെ ചാറ്റ് മസാലയിലും കൂടി ഒന്ന് കൂട്ടി ഇളക്കിയെടുക്കാം. അപ്പം നമുക്ക് ഓരോ പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇടാം. നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല അത്യാവശ്യം തിക്നെസ്സും ഉണ്ട്. നല്ലൊരു മാങ്ങയുടെ ഒരു സ്വീറ്റ് ഡിഷാണത്. നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കിയെടുക്കേണ്ടത്. ഒരു 3 സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ചാറ്റ് മസാലയും ഒരു 1/2 സ്പൂൺ ചേർക്കാം. ഇത് നമുക്ക് ഇതുപോലെ ഒന്നിങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തിയോളും. പഞ്ചസാരയും ചാറ്റ് മസാലയും കൂടി ചേർന്ന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പം നമ്മുടെ പച്ചമാങ്ങ ക്യാൻഡി തയ്യാറായിട്ടുണ്ട്. കുട്ടികൾക്ക് തന്നെയല്ല എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് അത്രയും നല്ലൊരു ടേസ്റ്റുള്ള ഒരു ക്യാൻഡിയാണ്. അപ്പം നമ്മുടെ പച്ചമാങ്ങ കൊണ്ടുള്ള സ്വീറ്റ് ക്യാൻഡി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ചാറ്റ് മസാലയും പഞ്ചസാരയും ഇങ്ങനെ കട്ട പിടിച്ചോണം നിൽക്കണത്. എന്നാലും അത് വേണം, എന്നാലും അതൊന്നും ഒന്ന് തൊടാണ്ട് നിൽക്കുള്ളൂ. അത് വേണ്ടിയിട്ടാണ് ഷുഗർ പൊടിയിൽ മുക്കി അതുപോലെ ചാറ്റ് മസാലയിലും ഒന്ന് മിക്സ് ചെയ്തെടുത്തത്. ഇതുപോലെ നമുക്ക് മാങ്ങ സീസണിലൊക്കെ ഇതുപോലെ ഒരേ വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് തയ്യാറാക്കാം. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.